വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വിസ്മയമെന്ന വാക്ക് നിരവധി തവണ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം പിന്തുടരുന്നുണ്ട് ആ വാക്ക്. കഴിഞ്ഞ ദിവസം കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഭരണകക്ഷി യൂണിയൻ, ഇപ്പോൾ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട അസോസിയേഷൻ്റെ ഒരു യോഗം ചേരുകയുണ്ടായി. ആ യോഗം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കോൺഗ്രസ് അനുകൂല സംഘടനയുടെ യോഗമാണ്. അവിടെ വി.ഡി. സതീശൻ വീണ്ടും വിസ്മയമെന്ന് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിസ്മയമുണ്ടാക്കുന്ന നിരവധി തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ, ഇപ്പം നാളെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ അസംബ്ലി കൂടുകയാണ്. ജൂൺ മാസത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ജൂൺ മാസത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ വളരെ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. നികുതി വരുമാനം കൂട്ടാതെ തന്നെ 1 ലക്ഷം കോടി രൂപ എങ്ങനെ പിരിച്ചെടുക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഭരണ ചെലവും ധൂർത്തും കംപ്ലീറ്റ് ഒഴിവാക്കുകയും കർശനമായ കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ക്ഷേമ ബോർഡുകളെല്ലാം, പല ബോർഡുകൾ ഇപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബോർഡുകൾ ഇരിക്കുന്നു, അതെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു കൺസോർഷ്യം ഉണ്ടാക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായി ധാരാളം കേസുകൾ, ചുമ്മാ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ബില്ലിനെതിരെയും പലതിനും കേസെല്ലാം പിൻവലിച്ച് കേന്ദ്രവുമായി നല്ല ബന്ധത്തിൽ പോവുകയും കേന്ദ്ര വിഹിതത്തിൽ 20,000 കോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആ മുഴുവൻ തുകയും വാങ്ങിയെടുക്കാനുള്ള, ഓരോ പദ്ധതിക്കായും വാങ്ങിയെടുക്കാനുള്ള പരിപാടികളും, അങ്ങനെ വളരെ വലിയ ഒരു അന്വേഷണത്തിലാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെയാണ് നികുതി പിരിക്കേണ്ടത്. പൂമ്പാറ്റ തേൻ കുടിക്കുമ്പോൾ പൂവിന് വേദന എടുക്കുകയുമില്ല. ഒരുപാട് പൂക്കൾ സൃഷ്ടിക്കാൻ പരാഗണത്തിലൂടെ ആ പൂമ്പാറ്റ എടുക്കുന്ന തേന് ഒരുപാട് പൂക്കളിൽ കൊണ്ടുവയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും പരസ്പരം മണി സർക്കുലേഷൻ, തേൻ സർക്കുലേഷൻ നടക്കുന്നത് പോലെ മണി സർക്കുലേഷൻ ഇവിടെ പൂമ്പാറ്റ തേൻ എടുക്കുന്നത് പോലെ, തേൻ കുടിക്കുന്നത് പോലെ നമുക്ക് കൃത്യമായി ജനങ്ങൾക്ക് വലിയ വേദന കൊടുക്കാത്ത രീതിയിലുള്ള നികുതി പിരിവിൻ്റെ സംവിധാനം ആലോചിക്കണം എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു അങ്ങനെ വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങളുണ്ട്. DA 8 പ്രാവശ്യമായി കൊടുക്കുമെന്ന് പറയുന്ന, ബാലഗോപാൽ കൊടുക്കുമെന്ന് പറയുന്ന DA-യുടെ 1, 2, 3 DA ഇപ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിക്കുമോ? ഒന്നാമത്തെ ചോദ്യം. ആശാ വർക്കേഴ്സിനും അംഗനവാടിക്കാർക്കും വീണ്ടും പണം കൂട്ടുമോ? പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമോ? 1 വർഷമെങ്കിലും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമോ? 57 എന്നുള്ളത് 56 എന്നുള്ളത് 55, 56 അത് 57 ആക്കുമോ? 60 ആക്കാനുള്ള സാധ്യതയില്ല. കാര്യം യുവാക്കൾ ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് 60 ആക്കാനുള്ള സാധ്യതയില്ല. 57 ആക്കുമോ പെൻഷൻ പ്രായം? അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് 1 വർഷം കൂടി കൂട്ടിക്കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുമോ? അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അതിൻ്റെ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് അത് നടപ്പിലാക്കി അടിയന്തരമായിട്ട് അത് റിപ്പോർട്ട് വാങ്ങുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നത്. അതുപോലെ അഡീഷണൽ ഇൻസെൻറ്റീവ്, ഇങ്ങനെ ഗവൺമെൻറ് ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് പെർഫോമൻസ് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നുള്ളത്. ഓരോ ഓഫീസിലും പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടാക്കുകയും അത് സെൽഫ് ഇവാലുവേഷനിലൂടെ ഓരോ ഉദ്യോഗസ്ഥർക്കും അവർക്ക് തന്നെ ആദ്യം ഒന്ന് മാർക്കിടാം, എന്നിട്ട് അവരുടെ ഹയർ ഓഫീസർ മാർക്കിടും. അതിൻ്റെ ഇങ്ങനെ അല്ലാതെ ഒരു ചതി വഞ്ചനയല്ല, ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടാക്കുകയും അത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമേ ഉണ്ടാക്കുകയും ആ പെർഫോമൻസ് ഇൻഡെക്സ് അവരവർ തന്നെ സ്വയം ഇവാലുവേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ആ ഇവാലുവേഷൻ ഫോമിനെ തൊട്ടടുത്ത് അവരുടെ ഹയർ ഓഫീസർ അത് വെറ്റ് ചെയ്യുകയും അവരുടെ അഭിപ്രായം എഴുതുകയും അതങ്ങനെ ഓഫീസിലെത്തുകയും ഒരു സ്വതന്ത്ര ബോഡിയിൽ ഇതെല്ലാം കൊടുക്കുകയും, വെറ്റ് ചെയ്ത റിപ്പോർട്ടല്ല കൊടുക്കുന്നത്, ആദ്യം സമർപ്പിച്ച റിപ്പോർട്ട് മുതൽ എല്ലാ റിപ്പോർട്ടും കൊടുക്കുകയും അതൊരു ചെറിയ ബോഡി പരിശോധിച്ച് ഏറ്റവും നല്ല കറക്ഷൻ വരുത്തേണ്ട കാര്യങ്ങളെല്ലാം കറക്ഷൻ വരുത്തുകയും പെർഫോമൻസ് ഉള്ള ആളുകൾക്ക് പെർഫോമൻസ് ഇൻഡെക്സ് അനുസരിച്ച് പ്രൊമോഷനിലും ഇൻക്രിമെൻറ്റും ഒക്കെ കൊടുക്കുന്ന പുതിയ ഒരു സർവീസിനെ മെച്ചപ്പെടുത്തുന്ന ഒരു രീതി വരും എന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന പുതിയ രീതിയും വരുത്താൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടുക, പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവന്നുകൊണ്ട് ആരെയും തടസ്സപ്പെടുത്താനല്ല, ആരെയും ഇല്ലാതാക്കാനുമല്ല, പക്ഷേ അഡീഷണൽ ഇൻക്രിമെൻറ്റ്, അഡീഷണൽ പ്രൊമോഷനിൽ ഒരു സേ കൂടി, ഒരു 5 മാർക്ക്, അതിപ്പോൾ 10 വർഷമായ പ്രൊമോഷൻ കിട്ടുമെങ്കിൽ
പെർഫോമൻസ് ഇൻഡെക്സ് അനുസരിച്ച് കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കാണും. അങ്ങനെ 10 വർഷമായി 2 പേര് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടാൻ 2 പേരും 10 വർഷമായി കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരാൾ പെർഫോമൻസ് ഇൻഡെക്സിൽ വളരെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം തുല്യമാണ് 2 പേരെങ്കിൽ അടുത്ത ആളിന് തന്നെ കൊടുത്ത് അയാളിന് 9ഉം 10ഉം ആണ്. ഒരാൾ 9 വർഷമായി ഒരാൾ 10 വർഷമായെങ്കിൽ 9ാം വർഷക്കാരനും പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ മുകളിൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ കൂടിയൊക്കെ ചിന്തിച്ചാൽ വളരെ മനോഹരമായിരിക്കും. അതാരെയും പിരിച്ചുവിടുന്നില്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ അവരുടെ ജോലി കൃത്യമായി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, ജോലി കൂട്ടുകയല്ല പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തണം. ഇപ്പോൾ PSCയിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിശീലനവുമില്ല. IASഉം IPSഉം ഒക്കെ ആവണമെങ്കിൽ വലിയ പരിശീലനമാണ്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വ്യാപകമായ പരിശീലനം, അതുകൊണ്ട് തന്നെ ഒരു സർവീസ് യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് സർവീസ് IMGയും കിലയും കൊണ്ടൊന്നും അത് നിൽക്കത്തില്ല. വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെ സർവീസ് ആളുകളെ പഠിപ്പിക്കാൻ, സർക്കാർ ജീവനക്കാരെ പഠിപ്പിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് വേണ്ടി വരും. അത്തരത്തിലുള്ള മനോഹരമായ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പെൻഷൻ പ്രായം കൂട്ടുമോ, പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവരുമോ, ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സർക്കാർ ജീവനക്കാരെ പരിശീലിപ്പിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ കൊണ്ടുവരുമോ? ഇങ്ങനെ 3-4 ചോദ്യങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ വർഷവും പരിശീലിപ്പിക്കുന്ന, അവരെ മനോഭാവം മാറ്റുന്ന, അവർക്ക് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന, അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്ന, പോസിറ്റീവ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ സ്ട്രെസ്സുമൊക്കെ മാറ്റാൻ സപ്പോർട്ട് കൊടുക്കുന്ന, വെറും ശമ്പളം മാത്രമല്ല അതിനുപരിയായി ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുണ്ട്. അതെല്ലാം കൊടുക്കുന്ന കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന പുതിയ ഒരു സർക്കാർ സേന അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തെയാണ് VD സതീശൻ മനസ്സിൽ കാണുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ കൃത്യമായി പെൻഷൻ പ്രായം കൂട്ടുമോ, TA കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുമോ, അത് എണ്ണം കുറച്ച് അല്ല വളരെ പെട്ടെന്ന് കൊടുക്കുമോ? അടുത്ത ചോദ്യമാണ് പെർഫോമൻസ് ഇൻഡെക്സ് നടപ്പിലാക്കുമോ? അതിൻ്റെ അവസാനത്തെ ചോദ്യമാണ് ഈ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു വലിയ ക്യാമ്പസ് കൊണ്ടുവന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം പരിശീലിപ്പിക്കുന്ന മാസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുമോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരുപാട് വിസ്മയങ്ങളാണ് VD സതീശൻ ചെയ്തു വച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമുക്ക് ബഡ്ജറ്റിൽ കാത്തിരുന്ന് കാണാം.